Welcome. Happy Christmas and New Year to you. Thank you very much. I'll say it. Thank you. Happy Christmas to you all. ഇതൊക്കെ നമ്മൾ അറിയുന്നുണ്ടല്ലോ. തുടങ്ങി വെച്ചൊരു കാര്യം തുടരുകയാണ്. വിഷ്ണു വന്നിരുന്നില്ല. അതെ. അതങ്ങനെ പേപ്പറിലൊക്കെ കണ്ടു. പേപ്പറിലൊക്കെ കണ്ടു. വേറെന്തോ പരിപാടി എല്ലാം ഇങ്ങനെ കൊണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വന്നെല്ലാം പോയി. ഇപ്പോൾ ആശംസയല്ലേ. സ്നേഹാശംസകൾ കൊടുത്തേക്ക്. കേട്ടാ നന്നായിട്ട്. ഞാൻ എന്റെ അച്ഛന്മാരോട് നല്ല കേക്കാണുള്ളത്. നമ്മുടെ പ്രധാനമന്ത്രിയുടെയാണ്. വീണ്ടും പോകുന്നില്ല. എല്ലാവരും ബി ജെ പി പ്രസിഡന്റ് ഒരു കേക്ക് തരാം. സന്തോഷം. ഇതേ ഷുഗറുള്ളവർക്ക് തിന്നാൻ പറ്റുന്നില്ല. ക്രീമില്ല. നമ്മുടെ വാർഡ് ഷുഗറില്ല. ഉണ്ടാവാറുള്ളത് വളരെ പ്രധാനപ്പെട്ട അല്ലേ? തമ്മിൽ ബന്ധപ്പെടുമ്പോഴല്ലേ എപ്പോഴും നന്നായി പോകുന്നു. ഇത് വളരെ നല്ല കാര്യമാണ്. ഇപ്പോൾ അതായത് പാർട്ടിയിലെ പ്രവർത്തകർ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ അവരെ സ്നേഹം അനുഭവിക്കാൻ കഴിയുന്നു. അവർക്ക് നമ്മളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നു. അതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ നമുക്ക് പരസ്പരം നല്ല ബന്ധം പുലർത്തുന്നതാണ്. മനുഷ്യനെന്ന് ഏറ്റവും ആവശ്യം ഈ ഡിവിഷൻസ് അല്ല, മറിച്ച് ബന്ധങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. അതിപ്പോൾ ജാതി മത ഭേദമന്യേ, പാർട്ടി ഭേദമന്യേ എല്ലാം നമ്മൾ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുന്ന വലിയൊരു ശക്തിയായിട്ട് നമ്മൾ മാറുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് നമുക്ക് ഉന്നതിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ രാജ്യത്തിൻ്റെ പുരോഗതി എന്ന് പറയുന്നത് നമ്മളുടെ ഐക്യം, നമ്മുടെ ഒരുമ, നമ്മുടെ കൂട്ടായ്മയാണ്. ഒരേ ഒരു ജനത, ഒരു രാജ്യം അല്ലേ, അങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ പോകുമ്പോൾ ഏറ്റവും നന്നായിട്ട് പോകുന്നു. അവതരിപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങളെ കൂടെ കഴിയുന്നില്ല. ഇന്നലെ തന്നെ വിളിച്ചു. ഇന്ന് തന്നെ വിളിച്ചു. ഞാൻ തിരക്കിലായിരുന്നു. ഇങ്ങനെ എടുത്തു പോയപ്പോ കണ്ടു. പ്രധാനമന്ത്രിയുടെ സന്ദേശം ഉൾക്കൊണ്ടാണ് ഇത്തരത്തിൽ എല്ലായിടത്തും ഒരു സന്ദർശനം നടത്തുന്നത്. അതൊരു ഇത്തരത്തിലാണ് ആ ഒരു സന്ദർശന യാത്രയെ നോക്കിക്കാണുന്നത്. തീർച്ചയായിട്ടും ഇതൊരു ഔട്ട്റീച്ച് പ്രോഗ്രാമാണ്. ക്രിസ്ത്യൻ സമുദായവുമായിട്ട് ബന്ധം വെക്കാനുള്ള പ്രവർത്തനം കഴിഞ്ഞ ഈസ്റ്റർ സമയത്ത് തന്നെ ആരംഭിച്ചിട്ടുള്ളതാണ്. ഈ പ്രാവശ്യം കുറച്ചും കൂടെ അതിൻ്റെ വിജയത്തെ തുടർന്ന് കുറച്ചും കൂടെ വിപുലമായിട്ട്
ഓരോ ബൂത്തിലും ക്രിസ്ത്യൻ സഹോദരന്മാരുടെ വീടുകളിലേക്ക് പ്രധാനമന്ത്രിയുടെ ആശംസാ കാർഡുകളുമായി BJP പ്രവർത്തകർ സന്ദർശിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വർഗീസ് ചക്കാലക്കൽ പിതാവിനെ ഞങ്ങൾ ഇവിടെ സന്ദർശിച്ചത്. ഇതിനൊരു രാഷ്ട്രീയവൽകൃതമാക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട് പുറമേ. അല്ല, ഇതിൽ രാഷ്ട്രീയമില്ല. പിതാവ് തന്നെ പറഞ്ഞു, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു മനസ്സ് വിഭജിക്കുന്നതിനപ്പുറത്ത്, വിഭജന ചിന്തകൾക്കപ്പുറത്ത് ഒരു ഊഷ്മളമായിട്ടുള്ള സ്നേഹബന്ധം നിലനിർത്തുക എന്നുള്ള ഒരു മഹത്തായിട്ടുള്ള ഒരാശയം മാത്രമാണ് ഇതിന്റെ പിന്നിൽ. എനിക്ക് ചോദിക്കാണല്ലോ എല്ലാ വീടുകളിലും പോകണം. അദ്ദേഹത്തിന് ഒരു ആശംസ എല്ലാ വീട്ടിലും എനിക്ക് പരിചയം പോരാ. ഞാൻ അയാളിപ്പം ലേറ്റസ്റ്റ് ഒന്നുമില്ല. എവിടെ ആശംസയാണ്. വളരെ സന്തോഷം. താങ്ക് യു. ക്രിസ്മസിന്റെ എല്ലാ മംഗളങ്ങളും എല്ലാവർക്കും. ഞങ്ങൾ വീട് സന്ദർശിക്കാൻ നാളെ ഞങ്ങളിവിടെ ഒരു ക്രിസ്മസ് പരിപാടി ഉണ്ട് കേട്ടോ. സോഷ്യൽ മീഡിയ ഫോണുണ്ട്. നിങ്ങൾക്ക് ഞാൻ ഈ ഇതിനകത്ത് കാണാറുണ്ട് ഫേസ്ബുക്ക്. നമ്മള് ആശംസ എത്തിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പ്രധാനമന്ത്രി. അത് 3-ാം തീയതിയിലേക്ക് മാറ്റിയെന്ന് തോന്നുന്നു. 2-ാം തീയതി. അപ്പോ നല്ല കാര്യം. ഞാൻ ആ പിള്ളേര് ഇവിടെ ഇല്ല, അവരോട് ഞാൻ ഈ മെസ്സേജ് പറയാം. ഒരു വൈഫുണ്ട്, വൈഫിനോട് ഞാൻ പറയാം കേട്ടോ. ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. എന്താ വെക്കേഷൻ പരിപാടി? വെരി ഗുഡ്, വെരി ഗുഡ്. എന്തോ എന്റെ തടിയെടുത്ത ആരാ നരേന്ദ്രമോദി? ആരാ ശരിക്കും? അതെ, അതാരാ? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക്സ് ഫോർ
എലിസബത്ത് രാത്രി പറഞ്ഞില്ലേ നരേന്ദ്രമോദിന് ഇഷ്ടമാണ് അത് അങ്കിളിനോട് പറഞ്ഞു അങ്കിൾ പറഞ്ഞോളൂ നരേന്ദ്രമോദിന്റെ ക്രിസ്മസ് വിഷസ് ആണ് ഇതാ. മോദിജി കാണും നമ്മൾ നമ്മുടെ നാട്ടിൽ അപ്ലോഡ് ചെയ്യും ബാക്കി നിങ്ങളെയോ? അപ്ലോഡ് ചെയ്യും അപ്പോൾ നമ്മൾ കാണും. േയും സന്തോഷത്തിന്റെയും ചൈതന്യം വാരതിപ്പിക്കട്ടെ.